ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെയും തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൂട്ടുപായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ നമുക്കിത് പ്രസാദമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ്, കുറച്ചും കൂടി കിട്ടിയായിരുന്നെങ്കിൽ എന്ന്. അപ്പം നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കൂട്ടുപായസം വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. എന്തോരം വേണം ആവശ്യത്തിന് ഉണക്കലരി എടുക്കാം. നന്നായിട്ട് കഴുകി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. കുക്കറിലാണ് വേവിക്കാൻ വെക്കുന്നത്, അല്ലാതെ തന്നെ ഉരുളിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് എടുത്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ പായസത്തിന് ആവശ്യത്തിന് വേവാകുമ്പോഴത്തേക്കും കുക്കറിൽ നിന്ന് ഇറക്കാം. അതിന് കുക്കറിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം നമ്മളിവിടെ നല്ല ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് മറയൂർ ശർക്കര കേട്ടോ. അത്ര നല്ല ശർക്കര അല്ലെങ്കിൽ അരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഏത് പാനിലാണോ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത് ആ പാനൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. കാരണം നമ്മുടെ അരി വേവിച്ചത് പെട്ടെന്ന് ഇടുമ്പോഴത്തേക്കും ഒട്ടിപ്പിടിക്കാതിരിക്കുക. എന്നിട്ട് ആ നെയ്യിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഉണക്കലരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വേവ് മതി കേട്ടോ. കാര്യം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ശർക്കരയൊക്കെ ഉരുക്കിയത് ഒഴിച്ച് കുറച്ചും കൂടി വേവിക്കുമ്പോൾ കുഴമ്പ് പോലെ ആയി പോകരുത്, അത്രയ്ക്ക് നന്നായിട്ട് കുഴഞ്ഞു പോകരുത്. ആവശ്യത്തിന് വേവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറിൽ നിന്ന് ഇറക്കണം. എന്നിട്ട് നമ്മുടെ അരിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് ശർക്കരപ്പാനി ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പം നമ്മൾ ശർക്കര വെള്ളം ഒഴിച്ചിട്ട് പാനിയായിട്ട് ചേർക്കുന്നതുകൊണ്ട് ഇത്രയും ലൂസ് പാടില്ല. നമുക്ക് ശർക്കരപ്പാനി വറ്റണം, നന്നായിട്ട് വറ്റി കിട്ടണം നമുക്ക്. ഇപ്പോൾ ഏകദേശം നമ്മൾ കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക. ഇതിൽ സാധാരണ കൂട്ടുപായസത്തിൽ നമ്മൾ കറുത്ത ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യിലിട്ട് ഒന്ന് വറുത്തതിന് ശേഷം കറുത്ത ഉണക്കമുന്തിരി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം തേങ്ങ ചിരവിത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചേർത്തപ്പോൾ നമുക്ക് കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി വറ്റിയതിന് ശേഷമാണ് എടുക്കേണ്ടത്. ഇപ്പം തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പെട്ടെന്ന് നല്ല കരിഞ്ഞു പോകാതിരിക്കാനായിട്ടൊരു ഈ ടൈം ആകുമ്പോഴത്തേക്കും ഒരു മീഡിയം ഫ്ലെയിമിലിടാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ നേന്ത്രപ്പഴമാണ്. വേറെ ചെറുപഴം ഒന്നും ചേർക്കരുത് കേട്ടോ, നേന്ത്രപ്പഴം തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇത്രയും അരിക്ക് ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്താണ് ചേർക്കുന്നത്. നേന്ത്രപ്പഴം ഇട്ടതിന് ശേഷം കുറച്ചും കൂടി ടേസ്റ്റിന് നമുക്ക് ഒരു വലിയ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കാം. പായസത്തിൻ്റെ അതേ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതൊന്ന് നന്നായിട്ട് കുറച്ചും കൂടി പറ്റിയതിന് ശേഷം നമ്മുടെ തുളസിയോ ചെത്തിയോ ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളുടെ ചെറു ചൂടോടുകൂടി കഴിക്കുമ്പോൾ നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി അമ്പലത്തിലെ പോലെ തന്നെ നമുക്ക് ടേസ്റ്റോടുകൂടി വീട്ടിലുണ്ടാക്കാം. എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോഴത്തേക്കും ഈ പായസം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീട്ടിലുണ്ടാക്കി നോക്കാം. താങ്ക്